എല്ലാവർക്കും നമസ്കാരം. ബഡ്ജറ്റ് ഫ്ലോയിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറെ നാളായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് യുഗാദി. മാർച്ച് 30-നാണ് യുഗാദി. അപ്പൊ എന്താണ് യുഗാദി? എന്താണ് ഇതിന്റെ ആഘോഷം? എന്തിനാണ് ഇത് ആഘോഷിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. യുഗാദി തന്നെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഒന്ന് സംസാർ പടവ് എന്ന് പറയുന്നു, ചിലർ ഗുഡിപ്പടവ എന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. എന്താണ് അപ്പോ എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കണം. യുഗാദി, യുഗം, ആദി, ആരംഭിക്കുന്നു. അപ്പം യുഗം ആരംഭിക്കുന്നതാണ് യുഗാദി. യുഗം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തില് സംവത്സരം, വർഷം, പുതിയ വർഷം എന്നാണ് അർത്ഥമാക്കുന്നത്. പുതിയ യുഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ വരുന്ന മാർച്ച് 30-ാം തീയതി പുതിയ ഒരു സംവത്സരം തുടങ്ങുകയാണ്. മാർച്ച് 30 മുതൽ വിശ്വാവസു എന്ന സംവത്സരമാണ് ആരംഭിക്കുന്നത്. അപ്പൊ ഇപ്പോ ക്രോധി എന്ന സംവത്സരം, അതായത് നമ്മളിപ്പോ ഇംഗ്ലീഷ് കലണ്ടർ പിന്തുടർന്നാൽ ഇന്ന് 2025 ഇന്ന ദിവസം, അടുത്ത വർഷം 2026, കഴിഞ്ഞ് 27, 28 ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകും. എന്നാൽ സംസ്കൃതത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ചാന്ദ്രമാസമാണ് നമ്മൾ പിന്തുടരുന്നത് എങ്കിൽ ഓരോ വർഷങ്ങൾക്കും ഓരോ സംവത്സരങ്ങൾക്കും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോ ക്രോധീനാമ സംവത്സരമാണ്. അടുത്ത സംവത്സരം എന്ന് പറയുന്നത് വിശ്വാവസു എന്ന സംവത്സരമാണ്. അതായത് നമ്മുടെ പുതിയ വർഷം എന്നാണ് അർത്ഥമാക്കുന്നത്. പുതിയ വർഷം, പുതിയ മാസം. 2025 ജാനുവരി അല്ലെ 2026 ജാനുവരി എന്ന് പറയുന്നത് പോലെ വിശ്വാവസു സംവത്സരത്തിന്റെ ആദ്യത്തെ മാസം ചൈത്രമാസമാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ചൈത്ര പൗർണമി, ബുദ്ധ പൗർണമി. ബുദ്ധ പൗർണമി എന്ന് പറഞ്ഞാൽ ചൈത്ര മാസം കഴിഞ്ഞിട്ട് വരുന്ന വൈശാഖ മാസത്തിലെ പൗർണമിയാണ്. അപ്പൊ തിരിയെ പറ്റി നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം. അപ്പൊ ഇപ്പൊ യുഗാദി എന്താണെന്ന് മനസ്സിലാക്കുക. യുഗാദി കേരളത്തിൽ അങ്ങനെ അപൂർവം മാത്രമേ ആഘോഷിക്കാറുള്ളൂ. നോർത്ത് ഇന്ത്യ വരെ പോകേണ്ട നമ്മുടെ മഹാരാഷ്ട്ര, കർണാടക, ഇവർ തമിഴ്നാട്ടിൽ പോലും യുഗാദി ആഘോഷിക്കുന്നവരുണ്ട്. കേരളത്തില് ഞങ്ങൾ ഗൗഡ സാരസ്വത ബ്രാഹ്മണര് ആഘോഷിക്കുന്ന വലിയൊരു ചടങ്ങാണ് യുഗാദി. അന്നേ ദിവസം പതിവ് പോലെ എല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നു. അന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും രാവിലെ ഭഗവാന് പായസം നിവേദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശർക്കരയും പഞ്ചസാരയും അതേപോലെ ആര്യവേപ്പിന്റെ ഇലയും ഭഗവാന് നിവേദ്യം ചെയ്യും. അതിനുശേഷം വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അത് കൊടുക്കാറുണ്ട്. കാരണം ആര്യവേപ്പ് എന്ന് പറയുന്നത് കയ്പാണ്, ശർക്കരയും പഞ്ചസാരയും മധുരവുമാണ്. അപ്പൊ ഈ സംവത്സരം കയ്പും മധുരവും എല്ലാം നിറഞ്ഞതാവട്ടെ അല്ലെ. ജീവിതത്തിൽ സുഖം മാത്രം പോരാ, സുഖവും ദുഃഖവും സമ്മിശ്രിതമാവണം എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഈ കയ്പും മധുരവും ഒക്കെ നിറഞ്ഞ സാധനങ്ങൾ ഭക്തർക്ക് ഭഗവാന് നിവേദ്യം ചെയ്തതിനു ശേഷം കൊടുക്കുന്നു. അന്നേ ദിവസം GSB വീടുകളിലാണെങ്കിൽ, ഇവിടെ സാരസ്വത ബ്രാഹ്മണരുടെ വീടുകള് പതിവ് പോലെ വിളക്ക് തെളിയിക്കുന്നതോടൊപ്പം ക്ഷേത്രത്തിലെ ഉമ്മറപ്പടികളിൽ, വീടുകളിലെ ഉമ്മറപ്പടികളിൽ ചന്ദനവും കുങ്കുമവും ഒക്കെ വെച്ച് അത് അലങ്കരിക്കും. അതുപോലെ മാവില തോരണങ്ങൾ ഒക്കെ കൊണ്ട് അലങ്കരിക്കും. അന്ന് ഹിട്ടു എന്ന് പറയുന്ന ഒരു ഭക്ഷണ പദാർത്ഥമുണ്ട്. ഹിട്ടു, ഗഷി, അതൊക്കെ നമ്മുടെ കൊങ്ങിണി ഫുഡുകളാണ്. അതൊക്കെ ആയിരിക്കും അന്നത്തെ ഭക്ഷണം. അതുപോലെ ഉച്ചയ്ക്കും വളരെ വിഭവങ്ങൾ ഒരുപാടുള്ള ഒരു നല്ലൊരു ഊണായിരിക്കും ഉച്ചയ്ക്ക്. വൈകിട്ട് ക്ഷേത്രങ്ങളിൽ നമ്മുടെ വിഷുവിന്റെ ഫലം വായിക്കുന്നത് പോലെ ഒരു വർഷത്തെ ഫലങ്ങൾ അന്ന് വായിക്കും. എങ്ങനെയാണ് ഒരു വർഷം ഉള്ളത്, ഇനി ഓരോ മനുഷ്യരുടെയും നക്ഷത്രത്തിന്റെ ഫലമുണ്ടാവും. അതൊക്കെ വായിച്ചതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ യുഗാദി എന്നുകൊണ്ട് അർത്ഥമാകുന്നത് പുതിയ ഒരു യുഗം, പുതിയ സംവത്സരം. എന്തായാലും ഈ വരുന്ന 30-ാം തീയതി, മാർച്ച് 30-ാം തീയതി വിശ്വാവസു എന്ന സംവത്സരമാണ്. ആ സംവത്സരത്തിന് എല്ലാവിധ യുഗാദി ആശംസകളും നേരും. ഇനി നമുക്ക് 60 സംവത്സരങ്ങളാണ് ഉള്ളത്. ഈ 60 സംവത്സരങ്ങൾ കാണുന്നത് കൊണ്ടാണ് ഒരാൾക്ക് ഷഷ്ടിപൂർത്തി പ്രധാനമായിട്ടും കരുതുന്നത്. നമ്മൾ ആലോചിക്കാം,
20 വയസ്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞു. 60 വയസ്സിന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? 60 വയസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 60 സംവത്സരങ്ങൾ കഴിഞ്ഞു. അതായത് ഇന്നൊരു വ്യക്തി ജനിച്ചാൽ അവൻ ക്രോധീനാമ സംവത്സരത്തായിരിക്കും. 30-ാം തീയതി കഴിഞ്ഞാണെങ്കിൽ വിശ്വാവസു എന്ന സംവത്സരമാണ്. അപ്പൊ ഈ വിശ്വാവസു സംവത്സരം, അതായത് മാർച്ച് 30-ാം തീയതി ജനിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ തിഥി എന്ന് പറയുന്നത് വിശ്വാവസു നാമ സംവത്സരം, ചൈത്രമാസം, കൃഷ്ണപക്ഷ പ്രഥമയാണ്. ഇനി ആ വിശ്വാവസു നാമ സംവത്സരം ചൈത്രമാസം ശുക്ലപക്ഷ പ്രഥമ വരണം എന്നുണ്ടെങ്കിൽ 60 വർഷം കഴിയണം. അപ്പൊ 60-ാമത്തെ വർഷത്തിൽ അദ്ദേഹം ഈ 60 സംവത്സരങ്ങളും കണ്ടു കഴിഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ടാണ് 60-ാമത്തെ വയസ്സ് നമ്മൾ ഷഷ്ടിപൂർത്തി എന്ന നിലയിൽ ആഘോഷിക്കുന്നത്. അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ 60 സംവത്സരങ്ങളുണ്ട്. ഈ 60 സംവത്സരങ്ങളുടെ പേരുകൾ എനിക്ക് കാണാപ്പാടം അറിയില്ല, പക്ഷെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് പറഞ്ഞു തരാം. അതിന്റെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് പ്രഭവ നാമ സംവത്സരമാണെന്നാണ് കരുതുന്നത്. നമ്മുടെ ദശാവതാരത്തിലെ മത്സ്യം തൊട്ടുകൂട്ടണം എന്ന് പറഞ്ഞ പോലെ നമുക്ക് എവിടെ തുടങ്ങണമെന്നറിയില്ല. അങ്ങനെ മത്സ്യം തൊട്ടുകൂട്ടണം എന്ന് പറഞ്ഞ് മത്സ്യാവതാരം തൊട്ടാണ് നമ്മൾ കൂട്ടുന്നത്. മത്സ്യം, കൂർമ്മം, വരാഹം എന്ന് പറയുന്നത് പോലെ ഈ സംവത്സരവും ആരംഭിക്കുന്നത് പ്രഭവനാമ സംവത്സരത്തിൽ തുടങ്ങി അക്ഷയനാമ സംവത്സരത്തിൽ അവസാനിക്കുന്നതാണ്. അപ്പൊ ആ സംവത്സരങ്ങളുടെ പേരുകൾ ഞാൻ വായിക്കാം. പ്രഭവ, വിഭവ, ശുക്ല, പ്രമോദ, പ്രജാപതി, ആംഗിരസ്, ശ്രീമുഖ, ഭാവ, യുവ, ധാത്രി, ഈശ്വര, ബഹുധാന്യ, പ്രമതി, വിക്രമ, വൃഷ, ചിത്രഭാനു, സ്വഭാനു, തരാന, പാർത്ഥിവ, വ്യയ, സർവജിത്, വിരോധി, വികൃതി, കര, നന്ദന, വിജയ, ജയ, മന്മഥ, ദുർമുഖി, ഹേ വിളംബി, വിളംബി, വികാരി, ശർവരി, പ്ലവ, ശുഭകൃതി, ശോഭാകൃതി, ക്രോധി, വിശ്വാവസു. വിശ്വാവസു അവിടെയാണ് എത്തി നിൽക്കുന്നത്. പരാഭവ, കീലക, സൗമ്യ, സാധാരണ, വിരോധീകൃതി, പരിതാവി, പ്രമാദിച്ച, ആനന്ദ, രാക്ഷസ, അനല, പിംഗല, കരയുക്തി, സിദ്ധാർത്ഥി, രൗദ്ര, ദുർമതി, ധുന്ദുബി, രോധി, രോഗ്ധരി, രക്താക്ഷി, ക്രോധന, അക്ഷയ്. അങ്ങനെ 60 സംവത്സരങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ വിശ്വാവസു നാമ സംവത്സരം മാർച്ച് 30-ന് പ്രാരംഭിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ എല്ലാവർക്കും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാവർക്കും ആ യുഗാദി സംവത്സരം നല്ലൊരു പുതുവർഷം ആവട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.